അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പതുക്കെ ഫസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു, ബബിൾ പ്ലാനറ്റ്. അതൊരു എക്സ്പീരിയൻസ് ആണ് പിള്ളേർക്കെന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി. കാരണം ഈ ഒരു പ്രായത്തിൽ ഇവർക്ക് ഈ ബബിൾസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. ആക്ച്വലി ഞാനും എൻജോയ് ചെയ്തു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ തിരിച്ചും ലണ്ടൻ ബ്രിഡ്ജ് അങ്ങോട്ടേക്ക് പോയി. ശരിക്കും ഞങ്ങൾക്ക് ഒരുപാട് സമയമുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു വീക്കെൻഡാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. സോ നമ്മൾ ഹോട്ടലിൽ പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് തിരിച്ചും ലണ്ടൻ ഒന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ പൊന്നും ഭയങ്കര ടയേർഡല്ലായിരുന്നു. കാരണം പിള്ളേർക്ക് നല്ലതായിരുന്നു അങ്ങനെ ഒരു അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തതുകൊണ്ട് അവൾക്കും ഹാപ്പി ആയിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ എല്ലാം കറങ്ങി നടന്നു, ഐസ്ക്രീമൊക്കെ വാങ്ങി, ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. അങ്ങനെ കുറച്ച് എന്താ പറയുക റെസ്റ്റോറൻറ്റ്സും അതുപോലെ തന്നെ ബേക്കറികളും ഒക്കെ കറങ്ങി നടന്ന് കണ്ട് ചെറിയ സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ കഴിച്ചു. അതിന് ശേഷം ആണ് ഞാൻ അടുത്ത ഒരു ബുക്ക് ചെയ്തിരുന്നത് ഷാർട്ട് വ്യൂ ആയിരുന്നു. അപ്പോൾ അത് ഒരു എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞങ്ങൾ ഷാർട്ട് വ്യൂ ബുക്ക് ചെയ്തു. വൈകുന്നേരമായിരുന്നു, അതുകൊണ്ട് തന്നെ നൈറ്റ് വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റിയത്. അതെനിക്ക് തോന്നി നല്ലൊരു ചോയ്സായിരുന്നു, കാരണം നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ ആക്ച്വലി